പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 30 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. കരങ്ങളെ ഉയർത്തി അല്പസമയം സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തിരിപ്പാലിച്ചില്ലേ? കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് വീണ്ടും സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പ 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രമപ്പ. ഈ പകൽക്കാലം കർത്താവിന് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മളെ എത്തിച്ചപ്പോൾ, ഈ സ്പെഷ്യൽ ഫേവറിൻ്റെ മാസം, ഈ അൺകോമൺ ഫേവറിൻ്റെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ ആ ഫേവർ ഈ ലാസ്റ്റ് ഡേയിൽ അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയാം. എല്ലാവരും അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയപ്പ, 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 സ്തോത്രമപ്പ, സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീതിമാന്മാരെ കർത്താവിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ മാസത്തിൻ്റെ ഈ അവസാന ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2ാമത്തെ ദിവസം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ലാസ്റ്റ് ഡേ ഓഫ് ദിസ് മന്ത് കർത്താവ് എല്ലാവരും അൺകോമൺ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ആമേൻ. അൺകോമൺ ഫേവർ റൂത്ത് എക്സ്പീരിയൻസ് ചെയ്തതുപോലെ, താമാർ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ, രഹബ് എക്സ്പീരിയൻസ് ചെയ്തതുപോലെ അൺകോമൺ ഫേവർ ഇന്നത്തെ പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ശാപത്തിൻ്റെ കെടുതികൾ കുടുംബങ്ങൾക്കകത്തു നിന്നും മാറിപ്പോകട്ടെ. ആമേൻ. പല പ്രാവശ്യം അബോർഷനായ കേസുകൾ, ആമേൻ 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 കൺസീവ് ആകും, പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ അബോർഷനിൽ വന്നുപോയത് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ അബോർഷൻ സ്പിരിറ്റിനെ ഞങ്ങൾ ഭർഷിക്കുന്നു. കർത്താവെ, അവിടെ പൂർണ്ണ വിടുതൽ കൊടുത്തതിനായിട്ട് സ്തോത്രം. അതുപോലെ കടഭാരത്താൽ കഴിയുന്ന കുടുംബങ്ങൾ, ആമേൻ, എന്തു ചെയ്താലും എഴുന്നേറ്റ് വരുവാൻ കഴിയാതെ, ആമേൻ, ജീവിതത്തിൽ കടഭാരങ്ങളാൽ കഴിയുന്നവർ, ഞങ്ങൾ ഇന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർ പുറത്തു വരട്ടെ. അവർ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ എവിടെ പോയി പഠിക്കാൻ പോയാലും പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. പഠിക്കുവാനുള്ള ആ ഒരു മനസ്സില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദുഷ്ട സ്പിരിറ്റിനെ ഞങ്ങൾ ഭർഷിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇടപെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം, അവരുടെ കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുണ്ടാകണം. അനേക പുതിയ അഭിഷക്തന്മാർ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് ആമേൻ, ഈ ലാസ്റ്റ് ഡേ നിങ്ങളുടെ ജീവിതത്തിൽ, ഈ മാസത്തിൻ്റെ അവസാനത്തെ ഈ ദിവസം സെപ്റ്റംബർ മാസം 30 തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. അൺകോമൺ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയുടെ ദിവസമല്ല, ഇന്നത്തെ ദിവസം സ്തുതിയുടെ ദിവസമാണ്. ആമേൻ. ഈ ഒരു മാസക്കാലം നമ്മളെ കർത്താവ് നടത്തിയതിനായിട്ട്, ഈ പോയ 9 മാസക്കാലം കർത്താവ് നമ്മളെ കരുതിയതിനായിട്ട്, പരിപാലിച്ചതിനായിട്ട്
നന്ദി പറയേണ്ട ദിവസമാണ്. ഇന്ന് നമ്മുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ നിരത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം പറയണം. കർത്താവെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് കർത്താവിന് സ്തോത്രം പറയണം. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം, 1 Chronicles 16:34 ഇങ്ങനെ പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കുക. അവൻ ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടതുപോലെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, നടത്തിയ വിധങ്ങൾ, പരിപാലിച്ച ഓരോ കാര്യങ്ങളെ ഓർത്തിട്ട് കർത്താവിന് നന്ദി പറയണം. സങ്കീർത്തനം 100-ന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയും, ഇന്നത്തെ ദിവസം നമ്മൾ സ്തോത്രം പറയുന്നത് പുതിയ മാസത്തെ നമ്മൾ എതിരേൽക്കുകയോടെ ചെയ്യുകയാണ്. നാളെ 1-ാം തീയതിയാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തെ 10-ാം മാസത്തെ നമ്മൾ എതിരേൽക്കുന്നത് ഈ 9-ാം മാസം സ്തുതികളാൽ നിറച്ച് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിച്ച് ഈ മാസം അവസാനിപ്പിച്ച് 10-ാം മാസത്തെ നമുക്ക് എതിരേൽക്കുവാനാണ്. അതാണ് സങ്കീർത്തനം 100-ൽ പറഞ്ഞു, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവീൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ നാമത്തെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ. അപ്പം ഇന്നത്തെ പകൽക്കാലം എന്തിൻ്റെ ദിവസമാണ്? സ്തുതിയുടെ ദിവസമാണ്, ആരാധനയുടെ ദിവസമാണ്. കർത്താവ് ചെയ്ത ഓരോ നന്മകളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ദിവസമാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. ആമേൻ. എല്ലാത്തിനും കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10 നല്ല കാര്യങ്ങൾ ലഭിച്ചിട്ടും എന്നിട്ടും നമ്മുടെ ഒരു മാനുഷിക ഒരു പ്രവണത അനുസരിച്ച് ഒരു നെഗറ്റീവായ കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ 10 കാര്യം നടന്നതിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ആമേൻ. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും. എന്നാൽ അതല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഉള്ളതിന് ദൈവത്തോട് നന്ദി പറയാൻ പഠിക്കണം. കർത്താവ് നടത്തിയതിന്, കർത്താവ് സൂക്ഷിച്ചതിന്, കർത്താവ് സംരക്ഷിച്ചതിന്, കുടുംബമായിട്ട് പരിപാലിച്ചതിന് ഒക്കെ നമ്മൾ നന്ദി പറയുമ്പോൾ ദൈവിക അത്ഭുതം 10-ാം മാസത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രവഹിക്കുവാനിട വരും. നമുക്കറിയാം 5000-ൽ പരം പുരുഷന്മാരുണ്ട്. അമ്മേൻ, അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, ഇവരെ എല്ലാം ഇരുത്തിയിട്ടാണ് കർത്താവ് 5 അപ്പം എടുത്തിട്ട്, കർത്താവ് ഈ 5 അപ്പം കൊണ്ട് എന്താ ചെയ്യാനാ എന്ന് പറയാതെ ഈ 5 അപ്പം എടുത്ത് കർത്താവ് ദൈവത്തിന് എന്ത് ചെയ്തു? സ്തോത്രം ചെയ്യുവാനിടയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. 5 അപ്പവും 2 മത്സ്യവും വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് യേശു ചെയ്ത് ഓർക്കുന്നുണ്ടോ? തനിക്കുണ്ടായത് ചെറിയ കാര്യത്തിന് അവൻ തൻ്റെ കയ്യിൽ കിട്ടി ഈ 5 അപ്പത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കരയേറ്റി. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ നന്ദിയുടെ ഈ താങ്ക്സ് ഗിവിങ് മനോഭാവം ആമേൻ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് വളർത്തിയെടുക്കുക. അത് ഇന്ന് പ്രവഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ നന്ദി പ്രവഹിക്കണം ദൈവസന്നിധിയിലേക്ക്. ആമേൻ. നിങ്ങളുടെ ശരീരഭാവങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുക. ആമേൻ. നിങ്ങൾക്ക് കയ്യിലുള്ള ഓരോ നന്മകളെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഇല്ലാത്തതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അയ്യോ, ഇന്ന കാര്യം, ചെറിയൊരു തലവേദന ഉണ്ട്, അതല്ല ഓർക്കേണ്ടത്. ദൈവം തന്ന ആരോഗ്യത്തിനായിട്ട്, ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന നന്മകൾക്കായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഓരോ നന്മകളെയും എണ്ണി 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 കർത്താവിന് നന്ദി പറയുക. ആമേൻ. കർത്താവിന് നന്ദി പറയുക, കർത്താവിന് നന്ദി പറയുക. ഇന്നത്തെ പകൽക്കാലം എണ്ണി എണ്ണി സ്തുതിക്കുന്ന ആമേൻ ഒരു ദിവസമായി മാറട്ടെ. അങ്ങനെ വരുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ വർദ്ധിക്കുവാൻ ഇടവരും. അതുകൊണ്ട് ഈ ദിവസം എന്തിൻ്റെ ദിവസമാണ്? താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് കേട്ടോ. താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. അങ്ങോട്ട് പേര് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇത് താങ്ക്സ് ഗിവിംഗ് ഡേ ആണെന്ന് அவங்க ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിച്ച് അവൻ ഓരോ മണിക്കൂറും ഇടപെട്ട് അല്പസമയം മാറ്റിവെച്ച് ദൈവത്തിന് സ്തോത്രം പറയുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ പകൽക്കാലം അത്ഭുതം ചെയ്യും. 10-ാം മാസത്തെ സ്വീകരിപ്പാൻ ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ ആത്മാവിനെ ഒരുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. ആമേൻ, 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 ആമേൻ. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. ആമേൻ. കൈകൾ ഉയർത്തി പിടിച്ചിട്ട് I am surrounded with the favor of God. Uncommon favor. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.